എന്തായാലും നമ്മൾ ഇതിലൊരു വെയിറ്റ് കുടുങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അത്യാവശ്യം നല്ല രീതി തന്നെയാണ് വരുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. മീൻ തന്നെയാണ് കേട്ടോ. എൻ്റെ മോനെ, ഓ ബഫർ ഫിഷാണ്. ഹെവി ബഫർ ഫിഷ് കേട്ടോ. ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും നൂരിപ്പോയി കിട്ടിയാൽ മതിയായിരുന്നു. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. നമ്മളെ ഹുക്ക് വരെ നാശമാവും. കാരണം അത്രയും വലിയ പല്ലാണ് ഇതിൻ്റെ കേട്ടോ. ഈ സാധനമാണെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ പൊന്നെ, ഇത് എന്ത് സൈസാന്ന് കണ്ടോ. ഹെവി ബഫർ ഫിഷ്. നമുക്ക് എന്തെങ്കിലും പതുക്കെ നൈസായിട്ട് എടുത്തിട്ടേ കരക്കി ഇട്ട് നമ്മളെ ഹുക്ക് എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അതെല്ലാം നമുക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഞാനവിടെ നിന്ന് കയറി വരുമ്പോൾ കൂടി ഞാൻ എന്താ വേസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ അതുപോലെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ആൾ ഉഷാറ് കാണിക്കാൻ തുടങ്ങി. എന്തായാലും പതുക്കെ നമുക്ക് എടുത്തിടാം കേട്ടോ കരക്കി. അതിനിടയ്ക്ക് ഊരി പോവുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. എന്തൊരു സൗണ്ടാണ് കേട്ടോ. നമ്മളെ കൊക്കും കൂട്ടി കടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അത്രയും ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഇതിൻ്റെത്. എൻ്റെ ദൈവമേ, നമ്മളെ റിമൂവർ എടുത്തിട്ട് പതുക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഹുക്കൊക്കെ ഒന്ന് കടിച്ച് മുറിക്കുക. അത്രയ്ക്കും ഡേഞ്ചറാണ് ആൾ. എൻ്റെ ദൈവമേ, ഇത്ര നേരം അടിക്കാതിരുന്ന് അടിച്ചത് ഇപ്പോൾ ഇതാണല്ലോ. നമ്മളെന്തായാലും വളരെ കെയർഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റ് ഹുക്ക് വരെ ചിലപ്പോൾ നമ്മൾ ഇതിൽ കയറിയെന്ന് വരും. എൻ്റെ ദൈവമേ, വളരെ ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. ഇതിൽ എവിടേക്കാണ് കുടുങ്ങിയിട്ടുള്ളതും കൂടി അറിഞ്ഞൂടാ നമുക്ക്. ഇതിന് പല്ലുണ്ടോ? ഇതിൻ്റെ പല്ലിരിക്കണേ ഇത്രയും ഇതായിട്ടുള്ള പല്ലാണ് കണ്ടോ. മേലെ ഇതുപോലത്തെ ഇതുണ്ടോ, ഹെവി ആയിട്ടുള്ള പല്ലാണ്. ആളുടെ വായിൽ നിന്ന് ഒഴിവാക്കി തരാണെങ്കിൽ വലിയ ഉപകാരം. മനസ്സെപ്പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല എങ്ങനെ ഒരു സാധനം കയറി അടിക്കണം. സാധനം അത്രയും ടാസ്ക് പിടിച്ച സാധനം. ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം നമ്മൾ ത്രിബിളൊക്കെ നന്നായിട്ട് അകത്തേക്ക് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്. ത്രിബിളൊക്കെ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ത്രിബിളൊക്കെ ഫുള്ളായിട്ട് അതിൻ്റെ വായിൽ ഹുക്കായിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ആളാണെങ്കിൽ നല്ല ബലം പിടുത്തമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹുക്കായിട്ടുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ആളെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാഗ് കൊണ്ട് ഹുക്കിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് നൈസ് എടുത്തിട്ടേ വെള്ളത്തിക്കാൻ ഇടാം. ചാവണതിന് മുമ്പ് നമുക്ക് അടുത്ത വെള്ളത്തിക്കാൻ വിടാം കേട്ടോ. ഇതാ പോണു ബ്ലൂം. ആൾ നല്ല രീതിയിൽ അവശനായിട്ടുണ്ട്, എന്നാലും അതാ ഓടിയിട്ടോ. നല്ല രീതിയിൽ അവശനായിട്ടുണ്ട് ആൾ. കാരണം ഇത്ര നേരം കരക്കി കിടന്നാലേ നല്ല രക്ഷപ്പെടുന്നു വിചാരിക്കുന്നതാ. നീന്തുന്നുണ്ട് ആൾ പതുക്കെ. നമുക്ക് ഇനി അടുത്ത് നോക്കാം കേട്ടോ.